നമസ്തേ, യോഗയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സയാറ്റിക് നെർവ് പെയിൻ്റെ അടുത്ത സെക്ഷനിലേക്കാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പശ്ചിമോത്താസനം. ചെറിയൊരു വേരിയേഷൻ ഉണ്ട് പശ്ചിമോത്താസനം ചെയ്യുന്നത്. ഒരു കാല് വജ്രാസനയിലും ഒരു കാല് നോർമലായിട്ട് നീട്ടിയും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ വേരിയേഷൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. രണ്ട് കാലുകൾ നീട്ടി വെച്ചിരിക്കുക. ഇനി വളരെ സാവധാനത്തിൽ നിങ്ങളുടെ ഇടത്തെ വശത്തിൽ കൂടി മടക്കി രണ്ട് ബട്ടക്സിൻ്റെയും അടിയിലായിട്ട് കാല് വയ്ക്കുക. കാല് മീൻസ് കാലിൻ്റെ പാദം കറക്റ്റ് സ്റ്റഡി ആയിട്ടിരിക്കുക. കംഫർട്ട് ആയി എന്ന് തോന്നിക്കഴിയുമ്പോൾ മറ്റേ കാല് നിവർന്നിരിക്കുകയാണ്. ഏകദേശം തൈ റീജിയൻ അല്പം ഗ്രൗണ്ടിൽ നിന്നും ലിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ചെറിയൊരു സ്ട്രെച്ചിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തു. നിവർന്നിരുന്ന രണ്ട് വശങ്ങളിൽ കൂടി കൈ മുകളിൽ കൊണ്ടുപോയി ഇൻ്റർലോക്ക് ചെയ്യുക. പുള്ളിറ്റാപ്പ്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുമ്പിലേക്ക് കുനിക്കുക. നെറ്റി മുട്ടയെ തൊടാനായിട്ട് ശ്രമിക്കണം. തല ഉയർത്തി കൈകൾ മുകളിലേക്ക് കൊണ്ടുവരിക. രണ്ട് വശത്തായിട്ട് കൈ റിലീസ് ചെയ്യുക. ഇനി വളരെ സാവധാനത്തിൽ ഇടത്തെ കാല് നിവർത്തി വയ്ക്കുക. അല്പനേരം നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം. കാലുകൾ അകത്തി വെച്ച് കൈ രണ്ടും പുറകിൽ വെച്ച് കണ്ണടച്ച് റിലാക്സ് ചെയ്യുക. വളരെ പതുക്കെ കണ്ണുകൾ തുറന്ന് കാലുകൾ ചേർത്ത് വെച്ച് പഴയ അവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇതേപോലെ തന്നെ നിങ്ങളുടെ വലത്തെ വശത്തും നിങ്ങൾ ചെയ്യണം. വലത്തെ കാല് മടക്കി മുമ്പിലേക്ക് കുനിയുക. ഇപ്പോൾ നമ്മൾ ചെയ്തത് പശ്ചിമോത്താസനയുടെ ചെറിയൊരു വേരിയേഷനാണ്. നമുക്ക് താടകി മുദ്രയായിട്ട് ചെറിയൊരു റിലേഷനുണ്ട്. പക്ഷേ കൺഫ്യൂസ്ഡ് ആകണ്ട, ഇത് പശ്ചിമോത്താസനയുടെ വേരിയേഷനാണ്. ഒരു കാല് വജ്രാസനയിൽ വയ്ക്കുന്നു. അപ്പോൾ തന്നെ നമ്മളുടെ വജ്രനാഡി നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റുന്നു. സയാറ്റിക് നെർവ് നമ്മൾ സ്ട്രെച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. തൈ റീജിയൻ നിന്ന് ഹിപ്പ് ഒന്ന് ഉയർത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് തൈ റീജിയനിലെ ആ മസിൽ സ്ട്രെച്ചിങ് നമുക്ക് ആസന ചെയ്യുന്നതിന് മുമ്പേ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലസ് പോയിൻറ്റ്സും കൂടി ആ ആസനയ്ക്ക് ആഡപ്പ് ആണ്. അപ്പോൾ നമ്മളുടെ സയാറ്റിക് നെർവ് കംപ്രഷൻ അല്ലെങ്കിൽ സയാറ്റിക് നെർവ് പെയിനിൻ്റെ സീക്വൻസിൽ ഈ ഒരു ആസനയും കൂടി റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമസ്തേ.